ജീവൻ നൽകും മന്നയിതാ വചനമതായി പെയ്തിറങ്ങുമ്പോൾ ഓരോ വാക്കും വചനവുമിൻ ജീവനു ഭോജനമാകണമേ.
കർത്താവെന്ന് ആ നാമത്തിന്റെ മഹത്വത്തിനാൽ യാവേ 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 ആർത്തിടും സ്തുതിച്ചാർത്തിടും യേശു രാജാവിനെ വാഴ്ത്തിടുന്നേ ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതനാമമേ ആർത്തിടും സ്തുതിച്ചാർത്തിടും യേശു രാജാവിനെ വാഴ്ത്തിടുന്നേ ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതനാമമേ യാവേ 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 യാവേ. ദൈവത്തിനാമം മഹത്വപ്പെടട്ടെ. ജിയോ മന്നയുടെ മെയ്മാസ ഓൺലൈൻ പരിപാടി ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകും. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാണ്. ശുദ്ധമുള്ള അന്യവർത്തോറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനുടെ അപേക്ഷയോളമേ. ആമേൻ. വേദപുസ്തക പാരായണത്തിനായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ആദരണീയനായ PRO ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. 146 സങ്കീർത്തനം. ബാറയ്ക്കുമോർ യഹോവയെ സ്തുതിപ്പിൻ, എന്മനമ്മേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥിനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കുമ്പോഴും സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിക്കുകയും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. സ്വാഗത പ്രസംഗത്തിനായി ജനറൽ സെക്രട്ടറി പ്രൊഫസർ A.O. വർഗീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ മാത്യൂസ് തിരുമേനി, ഭദ്രാസന സെക്രട്ടറി ആദരണീയനായ P.K. കോശിയച്ചൻ, ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ചൻ, ഇന്നത്തെ വചനപ്രഘോഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട യൂഹാനോൻ ജോണച്ചൻ, ഭദ്രാസന PRO ആദരണീയനായ ജോർജ് വർഗീസ് സാറ്, ബഥേൽ ക്രിയേഷൻസിന്റെ ഭാരവാഹികളെ, ജിയോ മന്നയുടെ ആഗോളതലത്തിലുള്ള ശ്രോതാക്കളെ, പ്രേക്ഷകരെ, എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ജിയോ മന്നയുടെ ഓൺലൈൻ പ്രതിമാസ ധ്യാന പരിപാടിയുടെ മെയ് ലക്കം ആരംഭിക്കുകയാണ്. ഈ പരിപാടി തുടങ്ങിയത് മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസവും കൃത്യമായി ജിയോ മന്നയുടെ ഓൺലൈൻ പ്രോഗ്രാം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി കണക്കാക്കുന്നു. ഏറെ ആമുഖമില്ലാതെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഞാനതിലേക്ക് കടന്നുകൊള്ളട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനിക്കാണ്. ഭദ്രാസനത്തിന്റെ ആത്മീയവും ലൗകികവുമായ എല്ലാ കാര്യങ്ങൾക്കും
ദിശാബോധത്തോടെ നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനി ജീവമന്നയുടെ എല്ലാ പരിപാടികൾക്കും സുവിശേഷ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ കരുതലും കൈത്താങ്ങും തരുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ആത്മാഭിമാനമുള്ള കാര്യമാണ്. അഭിമന്യ തിരുമേനിയെ ഈ പ്രോഗ്രാമിലേക്ക് ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഭദ്രാസനത്തിന്റെ ആദരണീയനായ സെക്രട്ടറി ബഹുമാനപ്പെട്ട പി കെ കൊശ്യച്ചൻ അഭിമന്യ തിരുമേനിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭദ്രാസനത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ആത്മീയ നേതൃത്വത്തിനും അടിത്തറപാകുന്ന ബഹുമാനപ്പെട്ട പി കെ കൊശ്യച്ചന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സുവിശേഷ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബഹുമാനപ്പെട്ട അച്ഛന്റെ കരുതലും കൈത്താങ്ങും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ ജീവമന്നയുടെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ആദരണീയനായ ഡയറക്ടർ ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ഛൻ സുവിശേഷ സംഘത്തിന്റെ എല്ലാ പരിപാടികൾക്കും കൂടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സഹായവും എല്ലാ സഹകരണവും ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജീവമന്നയുടെ മെയ് മാസത്തെ വചന പ്രഘോഷണത്തിനായി നമ്മളൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട യൂഹാനോൻ ജോണച്ചനാണ്. അച്ഛൻ കൊഴുവല്ലൂർ സ്വദേശിയാണ്. കൊഴുവല്ലൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഇടവാംഗമാണ്. ഒപ്പം തന്നെ മൈലപ്ര മാർ കുര്യാക്കോസ് ആശ്രമത്തിലെ അംഗമാണ്. ഇതിനേക്കാളെല്ലാം ഉപരി നാഗ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും വാർഡനുമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരു, വചനപ്രഘോഷകൻ, ചിന്തകൻ എന്നുള്ള നിലയിൽ അച്ഛൻ്റെ വാക്കും വചനവും സഭയ്ക്കും എല്ലാവർക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറെ ആദരണീയനായ യൂഹാനോൻ ജോണച്ചനെ ഭദ്രാസന സുവിശേഷ സംഘത്തിന് വേണ്ടി ജീവമന്നയുടെ ഈ ഓൺലൈൻ ധ്യാന പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഭദ്രാസനത്തിന്റെ PRO ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാർ സുവിശേഷ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സുവിശേഷ സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് പ്രൊഫസർ ഷൈനു ജിജി ടീച്ചറാണ്. ടീച്ചറെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാം കൃത്യസമയത്ത് തന്നെ ഇത് ലോകമെങ്ങുമുള്ള ശ്രോതാക്കളിലും അതുപോലെ പ്രേക്ഷകരിലും എത്തിക്കാൻ സഹായിക്കുന്ന ബഥേൽ ക്രിയേഷൻസിന്റെ ഭാരവാഹികളാണ്. ബഥേൽ ക്രിയേഷൻസിന്റെ ഭാരവാഹികളായ ബഹുമാനപ്പെട്ട ഒബിൻ ജോസഫ് അച്ഛൻ, അതോടൊപ്പം തന്നെ പോൾസൺ ജോണച്ചൻ, ഒപ്പം തന്നെ ജിത്തു മാത്യു വർഗീസ്, ഏവരോടുമുള്ള നന്ദിയും ഒപ്പം തന്നെ അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി ജീവമന്നയുടെ ആഗോളതലത്തിലുള്ള പ്രേക്ഷക സമൂഹമാണ്. ഈ പ്രോഗ്രാം തുടങ്ങിയത് മുതൽ ഇതിൻ്റെ എല്ലാ പരിപാടികളോടും സർവാത്മന സഹകരിക്കുന്ന പ്രേക്ഷക സമൂഹത്തെ ഈ പരിപാടിയിലേക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജീവമന്നയുടെ എല്ലാ ശ്രോതാക്കളെയും വിശ്വാസ സമൂഹത്തെയും ഓരോരുത്തരായി ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജീവമന്നയുടെ മെയ് മാസ ഓൺലൈൻ പ്രബോധന ശുശ്രൂഷയ്ക്കായി എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട യൂഹാനോൻ ജോണച്ചനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഏറെ ആദരപൂർവ്വം ഈ പ്രബോധന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഇന്നേ ദിവസം നമുക്ക് ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്ന കർത്താവിൻ്റെ തേജസ്കരണത്തിൻ്റെ വിശദീകരണം നൽകുന്ന വേദഭാഗമാണ് ഈ ഭാഗം. ഇത് സമവീക്ഷണ സുവിശേഷത്തിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയും വാക്യങ്ങളിലും
ഇത് പരാമർശിക്കുന്നുണ്ട്. കർത്താവിൻ്റെ തേജസ്കരണ സമയം, തേജസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ വിശദീകരിക്കുന്ന ഈ വേദഭാഗമാണ് ഓർത്തഡോക്സ് സഭയുടെ ആരാധനയുടെ ഫൗണ്ടേഷണൽ സ്ക്രിപ്ചർ പോർഷനായിട്ട് പിതാക്കന്മാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരാധനയുടെ സവിശേഷതകളെ കൃത്യമായി നിർണയിക്കുന്ന വേദഭാഗമാണ് ഇത്. പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ആരാധനാ ജീവിതത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആരാധനാ ജീവിതത്തിന് ഇത്രയും പ്രസക്തിയും പ്രാധാന്യവും നൽകുന്നതിൻ്റെ അടിസ്ഥാനം ഈ വേദഭാഗത്തിലാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് മനുഷ്യാവതാരം ചെയ്തപ്പോൾ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവൻ്റെ ശരീരത്തിൻ ഉള്ളിൽ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. പൂർണ്ണം ദൈവമായിരിക്കുന്ന അവന് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടായിരുന്നില്ല എങ്കിലും ഒരു പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയുടെ ദൃഷ്ടാന്തം ലോകത്തിന് വെളിപ്പെടുന്നത് അവൻ്റെ ജീവിതത്തിലൂടെയാണ്. എല്ലാത്തിൻ്റെയും പൂർണ്ണത നമുക്ക് ദർശിക്കുവാൻ സാധിക്കണമെങ്കിൽ യേശുവിലേക്കാണ് നോക്കേണ്ടത്. മനുഷ്യത്വത്തിൻ്റെ എല്ലാ പൂർണ്ണതയും. ഒരു മനുഷ്യൻ്റെ എത്രമാത്രം സ്നേഹിക്കണം എന്ന് പഠിക്കണമെങ്കിൽ അത് യേശുവിലേക്കാണ് നോക്കേണ്ടത്. ഒരു മനുഷ്യൻ എങ്ങനെ സഹിക്കണം എന്ന് പഠിക്കണമെങ്കിൽ യേശുവിലേക്കാണ് നോക്കേണ്ടത്. ഒരു മനുഷ്യൻ എങ്ങനെ മറ്റുള്ളവരെ ഉൾക്കൊള്ളണമെന്ന് നോക്കണമെങ്കിൽ അത് യേശുവിലേക്ക് നോക്കിയെങ്കിലേ പൂർണ്ണമായി പഠിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഒരു മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നോക്കണമെങ്കിലും യേശുവിലേക്കാണ് നോക്കേണ്ടത്. പൂർണ്ണ ദൈവമായിരിക്കുന്ന പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന യേശു തമ്പുരാൻ പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് പിതാവാം ദൈവത്തോടുള്ള സംസർഗമായിട്ടാണ്. മനുഷ്യജീവിതത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പൗരസ്ത്യ വേദശാസ്ത്രം വിവക്ഷിക്കുന്നത് ദൈവത്തോടുള്ള സ്വന്തം പിതാവിനോടുള്ള സംസർഗമായിട്ടാണ് മനുഷ്യ ജീവിതത്തിൽ നാം നമ്മെ തന്നെ മനസ്സിലാക്കേണ്ടത്. ആരാധനാ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അതിൻ്റെ സവിശേഷതകൾ, ആരാധിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ വേദഭാഗം കൃത്യമായി പരിശോധിച്ചാൽ മാത്രം മതി. യേശുതമ്പുരാൻ പ്രാർത്ഥിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നാം ആരാധിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ സംഭവിക്കുക. കർത്താവ് തൻ്റെ അപ്പോസ്തോലന്മാരിൽ 3 പേരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് മലയിൽ കയറിപ്പോയി എന്നാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. പത്രോസും യോഹന്നാനും യാക്കോബും. അവർ മൂവരും കർത്താവിൻ്റെ പ്രാർത്ഥനയെ അല്പം കാണുകയും അവർ വിദൂരത്തിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവരുടെ ഉറക്കക്ഷീണത്താൽ അവൻ്റെ അനുഭവതലത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിലും അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ള അപ്പോസ്തോലന്മാരോടും ശിഷ്യന്മാരോടും ഒക്കെ പറഞ്ഞത് അവർ സമവീക്ഷണ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ വേദഭാഗം സമവീക്ഷണ സുവിശേഷത്തിൽ 3 പേരും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇത് വ്യക്തിജീവിതത്തിൽ അനുഭവിച്ച വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പത്രോസ് സ്ലീഹായും വിശുദ്ധ യാക്കോബും വളരെ പരിമിതമായിട്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. യാക്കോബ് സ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി അധികം വിശദീകരിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഒറ്റ വാക്കിൽ അവൻ്റെ തേജസ്സിനെ ഞങ്ങൾ കണ്ടു എന്ന് മാത്രം പറയുന്നുണ്ട്. വിശുദ്ധ പത്രോസ് സ്ലീഹായും മലമുകളിലായിരുന്നപ്പോൾ ആ തേജസ് കണ്ടതിനെക്കുറിച്ച് ഒറ്റ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ സമവീക്ഷണ സുവിശേഷകരായ വിശുദ്ധ മത്തായി, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ മർക്കോസ് എന്നിവരാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത്. ഈ വേദഭാഗത്ത് നാം കാണുന്നത് അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിൽ കയറി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആ മലമുകളിലെ അനുഭവത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം 29-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു എന്ന്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആദ്യമായി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫോർമേഷനാണ്. ആന്തരികവും ബാഹ്യവുമായ രൂപാന്തരമാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനിൽ ഉണ്ടാകുന്ന ആദ്യത്തെ അനുഭവം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിന് പ്രസക്തി കൊടുക്കണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നതിൻ്റെ പ്രഥമമായ കാര്യം വി നീഡ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫോർമേഷൻ വിത്ത് ദ ലോർഡ്. കർത്താവിനോട് ചേർന്ന് നമുക്ക് ആന്തരികമായിട്ടും ബാഹ്യമായ രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ മനസ്സുകൊണ്ട് പലപ്പോഴും തീരുമാനിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആന്തരികത മാറുവാനായിട്ട് ഇടയാകും. നമ്മുടെ ബോധതലത്തെയും നമ്മുടെ ഉൾത്തലങ്ങളെയും ആന്തരിക മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന
വലിയ മഹത്വകരമായ അനുഭവമാണ് ആരാധനാ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. ദ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. ബാഹ്യമായ ഉപദേശങ്ങളും കൗൺസിലിംഗ് സെന്റേഴ്സും പ്രബോധനങ്ങളും വളരെ ഉണ്ടെങ്കിലും ആന്തരിക ജീവിതത്തിന് മാറ്റം വരണമെങ്കിൽ ആരാധനാ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്കും പിതാവാം ദൈവത്തോടുള്ള ആത്മാർത്ഥമായ സംസർഗത്തിലൂടെയും സാധിക്കുകയുള്ളൂ എന്ന് പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ കാണുന്നത് അവൻ ഇട്ടിരുന്ന വസ്ത്രത്തിന്റെ പുറത്തേക്ക് ശരീരത്തിന്റെ തേജസ് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ള. അവൻ മുഖത്തിന്റെ ഭാവം മാറിയെന്നും ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു എന്നാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധം വസ്ത്രം വെള്ളയായി തീർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വസ്ത്രം വെള്ളയായി തീർന്നതാണോ, ശരീരത്തിന്റെ മഹത്വം അത്രമാത്രം പുറത്തേക്ക് വന്നതുകൊണ്ട് ഈ വസ്ത്രത്തിനപ്പുറമായിട്ട് ആ തേജസ് പുറത്തേക്ക് കണ്ടതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആന്തരികവും ബാഹ്യവുമായ രൂപാന്തരമാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ പോകുന്ന ഇടങ്ങളും അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ട്രാൻസ്ഫോം ചെയ്യും, രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ ജീവിതം നമ്മുടെ ഭവനങ്ങളിൽ അനിവാര്യമാണ് എന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം അറിയാതെ തന്നെ ആ കുടുംബാന്തരീക്ഷം ട്രാൻസ്ഫോം ചെയ്യും. അതിലിരിക്കുന്ന വ്യക്തികൾ രൂപാന്തരപ്പെടുന്നതായ അനുഭവ തലങ്ങൾ അതിലുണ്ടാകുവാനായിട്ട് ഇടയാകും. അപ്പം പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. രണ്ടാമത് ഇവിടെ പറയുന്നു 29-ാം വാക്യത്തിൽ, 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു എന്ന് പറയുന്നു. ഇത് ഒരിക്കലായിട്ട് നടക്കുന്നതല്ല, കർത്താവിന്റെ ജീവിതത്തിൽ ഒരിക്കലായിട്ട് നടന്നത് മാത്രമല്ല. പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയും ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കുമ്പോൾ വി ക്യാൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സെയിൻസ് ആൻഡ് ദ ഹോളി ഏഞ്ചൽസ് ഇൻ ദ വർഷിപ്പ്. വി ക്യാൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സെയിൻസ് ആൻഡ് ഹോളി ഏഞ്ചൽസ് ഇൻ ദ വർഷിപ്പ്. വിശുദ്ധ മാലാഖമാരുടെയും നമ്മുടെ വാങ്ങിപ്പോയവരുടെയും സജീവ സാന്നിധ്യം ആരാധനാ ജീവിതത്തിൽ അനുഭവിപ്പാൻ സാധിക്കുമെന്നുള്ളതിന്റെ വെളിച്ചമാണ് ഈ സ്ക്രിപ്ചർ പോർഷൻ നമുക്ക് നൽകുന്നത്. അപ്പൊ ആരാധനയിലൂടെ നമുക്ക് നമ്മുടെ ആത്മസംസർഗമാണ് നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധന്മാരും മാലാഖമാരും ഒത്തുള്ള ആത്മസംസർഗം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരാധനയിൽ എപ്പോഴും വിശുദ്ധ കന്യകമറിയമ്മനെയും നിബിയന്മാരെയും സ്ലീഹന്മാരെയും സഹദയന്മാരെയും പിതാക്കന്മാരെയും നമ്മുടെ വാങ്ങിപ്പോയവരെയും ഒക്കെ ഓർക്കാതെ ഒരു പ്രാർത്ഥന പോലും പൂർത്തിയാക്കിയില്ല. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മസംസർഗത്തിൽ പൂർവികരായ പിതാക്കന്മാരും ഇനിയും വരുവാനുള്ളവരും കൂടി ചേരുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ ടൈമിനും സ്പേസിനും അതീതമാണ് ആരാധനയുടെ അനുഭവം എന്ന് പറയുന്നത്. അപ്പം ടൈമിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പൂർവികമായ കാലത്തെയും ടൈമിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഫ്യൂച്ചറിലുള്ള കാലത്തെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന സമയമാണ് ആരാധനയുടെ സമയം, ദ ലിറ്റർജിക്കൽ ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പല പാരമ്പര്യത്തിലും പലപ്പോഴും പൂർവിക പാരമ്പര്യത്തിൽ നിന്നുള്ള ബന്ധങ്ങൾ വേർപെടുത്തിയ ചില സഭാ പാരമ്പര്യങ്ങൾ ചിലയിടത്ത് കാണാം. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു ഒരു വൃക്ഷം, ആ വൃക്ഷം എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അതിന്റെ വേരുകൾ നന്നായിട്ട് നിലത്ത് ഊന്നി നിൽക്കുമ്പോൾ മാത്രമേ വൃക്ഷമെന്ന് വിളിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വേരുകളിൽ നിന്നും എപ്പോൾ ആ വൃക്ഷം വെട്ടിയിടപ്പെടുന്നുവോ അപ്പോൾ നമ്മൾ അതിനെ വൃക്ഷമെന്നല്ല വിളിക്കുന്നത്, തടിയെന്നാണ്. അത് പിന്നെ തടിയാണ് വേരിൽ നിന്ന് മുറിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ പൂർവിക പിതാക്കന്മാരുടെയും മാലാഖമാരുടെയും അദൃശ്യമായ സാന്നിധ്യമാണ് ദൈവത്തിന്റെ കൃപ സഭയിലേക്ക് കൊണ്ടുതരുന്നത്. അവർ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവരുടെ ആത്മസാന്നിധ്യത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ആരാധനയെല്ലാം അണയ്ക്കുന്നത്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ നമുക്ക് ഊർജം ഭരിച്ചു തരികയും നമുക്ക് വേണ്ടതായ ആധ്യാത്മികമായ അനുഭവ തലത്തെ ഊറ്റിയെടുത്ത് തരുന്ന പിതാക്കന്മാരുടെ സാന്നിധ്യം, മാലാഖമാരുടെ സാന്നിധ്യം കണ്ടുകൊണ്ട് വേണം നമുക്ക് ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ മാത്രമല്ല, ഇനിയും വരുവാനിരിക്കുന്ന തലമുറ കൂടി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. മനുഷ്യർ ഒരു വൃക്ഷത്തിന്റെ ഉള്ളിൽ ഇനിയും വരുവാനുള്ള നാമ്പുകൾ ഉള്ളതുപോലെ തന്നെ വരുവാനിരിക്കുന്ന തലമുറയും കൂടിയാണ് ആരാധനയിൽ പങ്കെടുക്കുന്നത് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സോ ദ പ്രസൻസ് ഓഫ് ഹോളി സെയിൻസ് ആൻഡ് ഏഞ്ചൽസ് ഇൻ ദ വർഷിപ്പ് വി ക്യാൻ എക്സ്പീരിയൻസ് ത്രൂ ദ വർഷിപ്പ്. മൂന്നാമതായിട്ട് ഇവിടെ കാണുന്നു 34-ാം വാക്യത്തിൽ, ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു എന്ന്. ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. മൂന്നാമതായിട്ട് ആരാധിക്കുന്ന സന്ദർഭത്തിൽ വി ക്യാൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി ക്ലൗഡ് ഇൻ ദ വർഷിപ്പ്. വിശുദ്ധമായ മേഘത്തിന്റെ സാന്നിധ്യം ആരാധനയിൽ നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കും.
പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. ഇസ്രയേൽ ജനതയെ മിസ്രയീം നാട്ടിൽ നിന്നും നയിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു പ്രതീകമാണ് ഈ മേഘം എന്ന് പറയുന്നത്. എന്നാൽ പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നു, മേഘം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകം കൂടിയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ് ഈ മേഘം. ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് ആത്മാവിലൂടെയാണ്, ദൈവാത്മാവിലൂടെയാണ്. അപ്പം ദൃശ്യമായ ഒന്ന് കാണുന്നില്ലെങ്കിലും അദൃശ്യമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവസിച്ചുകൊണ്ടാണ് ആരാധനയെ പൂർത്തിയാക്കുന്നത്. നമ്മൾ എല്ലാ ആരാധനയും ആരംഭിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാ ആരാധനയും അവസാനിപ്പിക്കുന്നതും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അപ്പം വിശുദ്ധ റൂഹായിലുള്ള ഒരു ആരാധനാ ജീവിതം ഓർത്തഡോക്സ് സഭ എപ്പോഴും വിഭാവന ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് റൂഹായിക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ നമ്മൾ വേറിട്ട് അപൂർവം ചില പ്രാർത്ഥനകളിൽ മാത്രമാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ നിമിഷങ്ങളും തൃത്വത്തിലൊരുവനായ പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് തന്നെയാണ് ആരാധന ആരംഭിക്കുന്നതും ആരാധന അവസാനിപ്പിക്കുന്നതും. അപ്പൊ ആരാധനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവികമായ ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ദൈവസന്നിധിയിൽ ശരിക്കും നമുക്ക് യാചിക്കുവാനായിട്ടുള്ള ഒറ്റ കാര്യമാണ് ദൈവാത്മാവാണ്, ദൈവാത്മാവിന്റെ കൃപയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 5-23 പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ 9 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആരാധിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന ഈ 9 ദൈവ ഫലങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ആത്മഫലങ്ങൾ ലഭിക്കുന്നത് ആരാധനയിലൂടെയാണ്. യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങളാണ്. മറ്റു ദാനങ്ങളൊക്കെ ഉണ്ടാകാം, നൽവരങ്ങൾ ഉണ്ടാകാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാഞ്ചിക്കേണ്ടതും ആത്മദാനത്തെയാണ്. ആത്മാവിന്റെ ദാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ആത്മദാനത്തിന് വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഭൗതികമായ വസ്തുക്കളേക്കാൾ ഉപരിയായിട്ട് അവർ അതൊന്നും പ്രാർത്ഥനാ വിഷയമാക്കിയില്ല. അതെല്ലാം ദൈവദാനമാണെന്ന് അവർക്കറിയാം. പക്ഷെ അത് ദൈവത്തിന് അറിയാം എന്ന് വിചാരിച്ച് അത് അവർ മാറ്റിവെക്കുകയും അവർ ചോദിച്ചുകൊണ്ടിരുന്നത് മൊത്തം പരിശുദ്ധാത്മാവിന്റെ ദാനത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ അപ്രേമിന്റെ കീർത്തനങ്ങളിൽ ആവർത്തിച്ച് അപ്രേം പാടുന്ന പാട്ടുകളിലെല്ലാം ആത്മാവിന്റെ ഫലങ്ങളെ സംബന്ധിച്ചുള്ള യാചനകളാണ് അതിൽ നടത്തുന്നത്. ആത്മശരീരങ്ങളെ നാശം ചെയ്യുമസൂയ ദോഷമതും വാശിയുമറ്റൊരു നിർമ്മലമാം ചിത്തമെനിക്കേകീടണമേ. അതായത് ദൈവദാനത്തിന് ദൈവാത്മാവിന്റെ പ്രചോദനത്തിനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ പിതാക്കന്മാർ ആരാധനയിൽ ദൈവസന്നിധിയിൽ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏക അഭിവാഞ്ചയും ഏക ആഗ്രഹവും ആത്മാവിന്റെ ദാനങ്ങളാണ്. ആത്മാവിന്റെ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 4-മതായിട്ട് കാണുന്നത് 35 പറയുന്നു, മേഘത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ഇവിടെ പുത്രൻ തമ്പുരാന് ആരാണെന്ന് മറ്റ് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗീയ വെളിപ്പെടുത്തലിന്റെ സ്വരമാണ് അവിടെ കേട്ടത്. എന്നാൽ നാം ഒക്കെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സംശയങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള സംശയവും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുണ്ടാകുന്ന സംശയങ്ങളും മാറുവാനായിട്ട് വി ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ് ഇൻ ദ വർഷിപ്പ്. നമുക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട് സാധിക്കും ആരാധനയിൽ. അത് കേൾക്കുവാനായിട്ടാകണം നമ്മുടെ ചെവികൾ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാതെ നമ്മുടെ ചെവികൾ ദൈവത്തിനായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അവന്റെ അരുളപ്പാട്. അവൻ പോകേണ്ടുന്ന വഴികളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണും. പഴയ നിയമത്തിൽ ദൈവാഭിമുഖ്യത്തോട് ജീവിച്ച അനേകം മനുഷ്യരുടെ ചരിത്രം നാം കാണുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ പോകേണ്ടുന്ന വഴികളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അബ്രഹാം പിതാവിനോട് പറയുകയാണ്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകൂ എന്ന് പറയുമ്പോൾ ആ അരുളപ്പാടിൽ മുൻപോട്ട് പോകുന്ന ഒരു പിതാവ്, വിശ്വാസികളുടെ പിതാവ്.
മോശെ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ഓരോ കാര്യവും ദൈവസന്നിധിയിൽ ചോദിച്ച് പോകേണ്ടുന്ന വഴികളെ തിരിച്ചറിഞ്ഞാണ് മുൻപോട്ട് പോകുന്നത്. ദൈവത്തിന്റെ സ്വരം കേട്ടിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന വലിയ പാരമ്പര്യത്തെയാണ് വേദപുസ്തകത്തിൽ ഉടനീളം ഉദ്ഘോഷിക്കുന്നത്. സഭാ പാരമ്പര്യം നാം പരിശോധിക്കുമ്പോൾ, വിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിൽ നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും നോക്കുമ്പോൾ അവർ കുടുംബസ്ഥരായാലും സന്യസ്തരായാലും അവർ ദൈവസന്നിധിയിലേക്ക് നോക്കി ദൈവത്തിന്റെ സ്വരം കേട്ട് ജീവിതത്തെയും സഭാജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും അവരുടെ ഭൗതിക ജീവിതത്തെയും ക്രമപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. സോ whenever we stand before the Lord, we should hear the voice of the Lord. അത് ദൈവവചനത്തിലൂടെയാകാം, വചനം സംസാരിക്കുന്ന സന്ദർഭത്തിലൂടെയാകാം. അല്ലാതെ നമ്മൾ നിശബ്ദമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചെറിയ മന്ത്രണത്തിലൂടെയാകാം ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ മാത്രമേ ആരാധന പൂർണ്ണമാകുകയുള്ളൂ. ആരാധന പൂർണ്ണമാകുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അല്ല അത് പൂർണ്ണമാകുന്നത്, അവന്റെ സ്വരം കേട്ട് കഴിയുമ്പോഴാണ്. അഭിമന്യ ഒസ്താത്യോസ് തിരുമേനി തന്റെ ജീവിതത്തിൽ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്. നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, എനിക്കു വേറില്ല ആശയൊന്നൻ യേശു മാത്രമേ. അതായത് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മൾ അവനോട് ആണ് ചോദിക്കേണ്ടത്, അവനാണ് പറയേണ്ടത് നമ്മൾ എന്ത് ചെയ്യണമെന്ന്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അവനോട് പറയുവാനായിട്ടാണ് ആരാധനയെ നമ്മൾ കാണുന്നത്. അതല്ല ആരാധന. ദൈവത്തിന്റെ സ്വരം കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ് ആരാധനയുടെ പൂർണ്ണത. സോ വി ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ് ഇൻ ദ വർഷിപ്പ്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നു 36 വാക്യത്തിൽ, അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു എന്ന് കാണുന്നു. ആരാധന എന്ന് പറയുന്നത് മൗനം കൂടിയാണ്, സംസാരം മാത്രമല്ല ആരാധന. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീനെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. കാരണം നമ്മൾ മിണ്ടാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ചിലത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും സംസാരിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതല്ല ആരാധന എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ പൗരസ്ത്യ പിതാക്കന്മാർ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിതാവാം ദൈവത്തോടുള്ള സംസർഗത്തിൽ മൗനമായിട്ടിരിക്കുന്ന പുത്രൻ തമ്പുരാനെ നമ്മൾ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ആരാധനയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിശബ്ദമായിട്ട് ഇരുന്ന് ആ ആരാധനയിലൂടെ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ നിശബ്ദത എന്ന് പറയുന്നത് കേവലം സംസാരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിശബ്ദത മാത്രമല്ല. വി നീഡ് ആൻ ഇന്റേണൽ സൈലൻസ് ഓൾസോ. നമ്മുടെ മനസ്സ് മിണ്ടാതിരിക്കുന്ന, മനസ്സ് ചലയ്ക്കാതിരിക്കുന്ന ചില സന്ദർഭങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് ആരാധനയിൽ ഈ സൈലൻസിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സോ സൈലൻസ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ വർഷിപ്പ്. ഈ നിശബ്ദത എന്ന് പറയുന്നത്, മൗനം എന്ന് പറയുന്നത് ആരാധനയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ ശബ്ദവും മൗനവും ചേരുമ്പോഴാണ് സംഗീതം ഉണ്ടാകുന്നത്. ശബ്ദം മാത്രം ഉണ്ടെങ്കിൽ സംഗീതം ഉണ്ടാകില്ല. ശബ്ദത്തിനിടയ്ക്ക് അർത്ഥവത്തായ മൗനം കൂടി വരുമ്പോഴാണ് സംഗീതത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ആരാധനയുടെ മഹത്വം നമ്മൾ കണ്ടറിയുന്നത് മൗനവും പ്രാർത്ഥനയും കൂടി ചേർന്ന് വരുമ്പോഴാണ്. നമ്മൾ മിണ്ടാതിരുന്നത് ദൈവത്തിന്റെ സ്വരം കൂടി കേൾക്കുവാൻ തക്കവണ്ണം മൗനം കൂടി നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കുമ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് പൗരസ്ത്യ പിതാക്കന്മാർ മൗനത്തിന് വലിയ സവിശേഷമായ സ്ഥാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒരു ദിവസത്തിൽ അല്പനേരമെങ്കിലും ഒന്ന് നിശബ്ദമായിട്ടിരിക്കുവാനായിട്ട് ഒരു ശൈലി ജീവിതത്തിൽ ആവിഷ്കരിക്കണം. എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം കുറച്ച് അധികം സംസാരിക്കാതെ, അത് വെള്ളിയാഴ്ചയാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ദിവസമാകാം, കുറച്ചൊന്ന് ശാന്തമായിട്ടിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാകണം. വർഷത്തിൽ നോമ്പ് ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിലേക്ക് കൂടുതൽ സംസാരിക്കുന്നെങ്കിൽ ആ ദിവസങ്ങളിൽ ഒന്ന് നാവടക്കി നിശബ്ദമായിട്ട് മനസ്സിനെ ഒന്ന് ഒതുക്കി ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട് നിശബ്ദതയുടെ ഒരു അനുഭവം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കണം. ആ ശ്രമം നമുക്ക് ജീവിതത്തില് ചില ജീവനെ തിരിച്ചു പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന മൗനത്തിന്റെ ആധ്യാത്മികതയുടെ ദർശനത്തെ കാണുവാൻ സാധിക്കും. യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇതൊന്നും ആരോടും പറയണ്ട, ആരോഹണ നാൾ വരെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നിശബ്ദമായിട്ടിരിക്കുവാനായിട്ട്, ഉള്ളിൽ സംഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുത്തുവാനായിട്ട് പറയുന്നുണ്ട് പിതാവ്. ആറാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് തന്റെ കർത്താവിന്റെ അടുക്കൽ ചെന്ന്, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് അവൻ എന്താണ് പറയുന്നത് എന്ന് അറിയാതെ പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന്റെ മഹത്വവും പ്രാർത്ഥനയുടെ അനുഭവവും തലങ്ങളും ഒക്കെ കണ്ടിട്ട് പത്രോസ് വിചാരിച്ചത് ഇവിടെ ഒരു കുടിൽ കെട്ടി താമസിക്കുന്നത് ഏറ്റവും ഉചിതമെന്നാണ്.
എന്നാൽ കർത്താവ് അതിന് സമ്മതിക്കുന്നില്ല. താഴ്വരയിലേക്ക് പോകുവാനായിട്ടാണ് അടുത്ത നിർദ്ദേശം. തൊട്ടടുത്ത വാക്യത്തിൽ 37-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിറ്റേന്നാൾ അവർ താഴ്വരയിലേക്ക് വന്നിട്ട് വേദന അനുഭവിക്കുന്ന, രോഗികളായിരിക്കുന്ന, പ്രയാസപ്പെടുന്നവരോടൊപ്പം അവരുടെ സമയം ചെലവഴിക്കുന്ന യേശു തമ്പുരാനെയും ശിഷ്യന്മാരെയുമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആരാധനയുടെ മഹത്വം കണ്ടിട്ട് ആരാധനയുടെ മഹത്വത്തിൽ മാത്രം നിൽക്കുക എന്നുള്ളതല്ല നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം. ദ ലിറ്റർജി മാത്രമല്ല, വി ഷുഡ് ഹാവ് ടു എക്സ്പീരിയൻസ് ദ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധനയായിട്ടാണ്, പങ്കുവെക്കലാണ്. ആരാധനയിൽ ലഭിക്കുന്ന മഹത്വങ്ങളെ താഴ്വരയിൽ പങ്കുവെക്കുക. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചേർത്ത് വെക്കുന്നത്: ദ മൗണ്ട് ഓഫ് ദ ട്രാൻസ്ഫിഗറേഷൻ ആൻഡ് ദ വാലി ഓഫ് ദ ഡിസ്ഫിഗറേഷൻ. ദ മൗണ്ട് ഓഫ് ദ ട്രാൻസ്ഫിഗറേഷൻ ആൻഡ് ദ വാലി ഓഫ് ദ ഡിസ്ഫിഗറേഷൻ. തേജസ്കരണത്തിന്റെ മലയിലാണ് ആരാധന, പക്ഷേ താഴ്വരയിൽ വിരൂപമാക്കപ്പെട്ട താഴ്വരയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, കർത്താവ് സ്വയം വിരൂപനാകുന്നു. മഹത്വം മലമുകളിൽ കണ്ടിട്ടും താഴ്വരയിൽ തുപ്പലേൽക്കുന്ന, പീഡയേൽക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ വിരൂപമാക്കപ്പെട്ട അനേകം മനുഷ്യരുണ്ട്. കുഷ്ഠരോഗികൾ, പ്രയാസപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന യേശുതമ്പുരാനെയും അപ്പോസ്തലന്മാരെയുമാണ് കാണുന്നത്. സഭാജീവിതം എന്ന് പറയുന്നത് ആരാധനാ ജീവിതത്തിൽ മാത്രം ഇരിക്കുക എന്നുള്ളതല്ല. സമൂഹത്തിന്റെ വേദന അനുഭവിക്കുന്നവരെ, ദുഃഖം അനുഭവിക്കുന്നവരെ താങ്ങി നിർത്തുവാനായിട്ടും അവർക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ടും ആ വാലി ഓഫ് ദ ഡിസ്ഫിഗേർഡ് വാലിയെ നമുക്ക് രൂപത്തിലേക്ക് കൊണ്ടുവരാൻ, യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ വിരൂപമാക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സങ്കടങ്ങളും നമ്മൾ സ്വയം നമ്മുടെ മഹത്വത്തെ വെടിഞ്ഞിട്ട് ഭൂമിയിലേക്ക്, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും ആരാധനയുടെ ഭാഗമായിട്ടാണ് പിതാക്കന്മാർ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് താഴ്വരയും മലമുകളും ചേർത്ത് നിർത്തുമ്പോഴാണ് ആരാധനാ ജീവിതത്തിന്റെ മഹത്വം പൂർണ്ണമായി തീരുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ പങ്കുവെക്കൽ, താഴ്വരയിലുള്ള പങ്കുവെക്കൽ ആരാധനയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ആംസ് ഗിവിങ്ങിന് വലിയ പ്രാധാന്യമുള്ളത്. നമ്മൾ പങ്കുവെക്കണം. ഷെയറിംഗ് എന്ന് പറയുന്നത് കേവലം നമ്മുടെ റിസോഴ്സസ് മാത്രമല്ല. നമ്മുടെ റിസോഴ്സസ് പങ്കുവെക്കണം. നമുക്കുള്ള റിസോഴ്സ് എല്ലാം പങ്കുവെക്കാനായിട്ടുള്ളതാണ്. നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ സമയമുണ്ട്. നമുക്ക് കിട്ടുന്ന സമയത്തിന്റെ നല്ലൊരു ഭാഗം വേദന അനുഭവിക്കുന്നവരും ദുഃഖം അനുഭവിക്കുന്നവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് ആരാധനയായി തീരുകയാണ്. ഇപ്പൊ സൺഡേ എന്ന് പറയുന്നത് ഹോളിഡേ ആണ്. HOLYDAY ആണ്. HOLIDAY അല്ല, അവധി ദിവസമല്ല. നമ്മെ സംബന്ധിച്ച് വിശുദ്ധ ദിവസമാണ്. ആ വിശുദ്ധ ദിവസത്തിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നന്മ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആരാധന മാത്രമല്ല, നന്മ ചെയ്യുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങളെയൊക്കെ വിനിയോഗിക്കാനായിട്ടും, വാർദ്ധക്യത്തിലോ രോഗത്തിലോ പ്രയാസത്തിലോ ഒക്കെ ആയിരിക്കുന്നവരെ പോയി ഒരുമിച്ച് കണ്ട് അവരെ ആശ്വസിപ്പിക്കേണ്ട ദിവസം കൂടിയാണ് വിശുദ്ധ ഞായർ എന്ന് പറയുന്നത്. സൺഡേ സ്കൂളിലും നമ്മുടെ സുവിശേഷ സംഘത്തിലുമൊക്കെ നാം ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ ഞായറാഴ്ചകൾ വേദന അനുഭവിക്കുന്നവരെ, ദുഃഖം അനുഭവിക്കുന്നവരെ, പ്രയാസം അനുഭവിക്കുന്നവരെ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തിലേറ്റുകയും അവരുടെ ഭവനങ്ങളിലും അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലേക്കും നമ്മുടെ പങ്കുവെക്കൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിളി പൂർണ്ണമാകുന്നത്, ആരാധനയുടെ വിളി പൂർണ്ണമാകുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് സഭ ആരാധനയ്ക്ക് വലിയ സവിശേഷത കൊടുക്കുന്നതാണ്. പങ്കുവെച്ചാൽ ഇരട്ടി കിട്ടും. അതുകൊണ്ട് ആരാധനയുടെ പൂർണ്ണത ലഭിക്കുന്നത് പങ്കുവെക്കലിലൂടെയാണ്. 6 കാര്യങ്ങളാണ് ഈ ദിവസം നാം പഠിച്ചത്. ഒന്ന്, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ലഭിക്കുന്ന ഒരു സവിശേഷത ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫോർമേഷൻ, ആന്തരികവും ബാഹ്യവുമായ രൂപാന്തരം. രണ്ടാമതായിട്ട് വി ക്യാൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഹോളി സെയിൻസ് ആൻഡ് ഹോളി ഏഞ്ചൽസ് ഇൻ ദ വർഷിപ്പ്. മൂന്നാമത് വി ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ് ഇൻ ദ വർഷിപ്പ്. നാലാമതായിട്ട് വി ക്യാൻ എക്സ്പീരിയൻസ് ദ ഹോളി ക്ലൗഡ്, വിശുദ്ധ ആത്മാ മേഘം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. സൈലൻസ് ഈസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ വർഷിപ്പ്. ഷെയറിംഗ് ഈസ് ദ പാർട്ട് ഓഫ് ദ വർഷിപ്പ്. പങ്കുവെക്കൽ ആരാധനയാണ് ദ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. ഈ 6 കാര്യങ്ങൾ ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കണം, ഈ വേദപാഠം, ഈ ഫൗണ്ടേഷണൽ സ്ക്രിപ്ചർ പോർഷൻ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കാഴ്ചകൾ തരുന്ന വായനകളായി തീരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മെ ശക്തീകരിക്കട്ടെ. ഈ ഓൺലൈൻ ധ്യാന പരിപാടിക്ക് ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ബെഥേൽ ക്രിയേഷൻസിന്റെ സെക്രട്ടറി ജിത്തു മാത്യു വർഗീസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവമന്നയുടെ പ്രിയപ്പെട്ട ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സുവിശേഷ സംഘത്തിന്റെയും ചെങ്ങന്നൂർ ഭദ്രാസനം ആദ്യ വിഭാഗമായ ബെഥേൽ ക്രിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മെയ് മാസത്തെ ജീവമന്ന പ്രതിമാസ ധ്യാന യോഗമാണ് ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇന്ന്
ഇവിടെ വന്ന ഏവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായി ഈ സാഹചര്യം അനുകൂലമായി ഒരുക്കി തന്ന സർവേശ്വരനായ ദൈവത്തിന് നന്ദിയും സ്തുതി അർപ്പിക്കുകയാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപനും പ്രത്യേകമായി ഈ സുവിശേഷ സംഘത്തിൻ്റെ അമരക്കാരനുമായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട അഭിവന്യ മാത്യൂസ് മാർ തീമോത്യോസ് തിരുമേനിയാണ്. എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം നടത്തി ഇതിൻ്റെ ക്രമീകരണങ്ങൾക്ക് കൂടെ നിൽക്കുന്നു. പ്രിയപ്പെട്ട തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അടുത്തതായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട PK കോശിയച്ചനാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധേയമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾക്ക് കൂടെ നിന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട PK കോശിയച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അടുത്തതായി ഇതിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ഛനാണ്. ഇതിൻ്റെ കാര്യങ്ങളിൽ എന്നും കൂടെയുണ്ടായി ഇതിൻ്റെ ക്രമീകരണങ്ങൾക്ക് എന്നും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ നടത്തി അനുഗ്രഹപ്രദമായ വചനങ്ങളിലൂടെ ഞങ്ങൾ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുന്ന വചനങ്ങളെ പകർന്നെന്ന ഏറ്റവും ബഹുമാനപ്പെട്ട യോഹന്നാൻ ജോണച്ചനാണ്. അച്ഛൻ്റെ വാക്കുകൾ എന്നും ജീവിതത്തിൽ ശ്രദ്ധേയമായ ചലനാത്മകമായ കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്ന കൂട്ടുനിൽക്കുന്ന ഒരു വചനങ്ങൾ ശ്രദ്ധേയമായി കേട്ടതിൽ അതിയായി സന്തോഷിക്കുകയും ഏറ്റവും ബഹുമാനപ്പെട്ട യോഹന്നാൻ ജോണച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ വേദപുസ്തക പാരായണം നടത്തിയത് ഈ ഭദ്രാസനത്തിൻ്റെ PRO ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറാണ്. ജീവപന്ന ധ്യാന യോഗത്തിൻ്റെ ആദ്യോടന്തം കൂടെ നിന്ന് ഈ വേദപുസ്തക പാരായണത്തിന് തന്നെ മുഖ്യ സ്ഥാനം നടത്തുന്നു എന്ന് കാണുന്നത് സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന AO വർഗീസ് സാറാണ്. ഇതിൻ്റെ ക്രമീകരണങ്ങൾക്ക് എല്ലാം ഒരു വീഴ്ച കൂടാതെ കൃത്യമായ ഇടപെടലിലൂടെ നടത്തി ഇത് മനോഹരമാക്കി തീർക്കുവാൻ പ്രിയപ്പെട്ട സാറിൻ്റെ പ്രയത്നം വലുതാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട AO വർഗീസ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഷൈനു ജിജി ടീച്ചറാണ്. ടീച്ചറിൻ്റെ അസാന്നിധ്യത്തിലും ടീച്ചറിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എന്നും ഉണർവാണ്, പ്രോത്സാഹനമാണ്. പ്രിയപ്പെട്ട ടീച്ചറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇത് ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ബഥേൽ ക്രിയേഷൻ എന്ന മാധ്യമവിഭാഗത്തിലൂടെയാണ്. ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഒബിൻ ജോസഫ് അച്ഛൻ, പോൾസൺ ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സേവനങ്ങൾ എന്നും വിലമതിക്കുന്നതാണ്. അച്ഛന്മാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അടുത്തതായി ഇതിൽ ശ്രദ്ധേയമായി കേട്ട പ്രിയപ്പെട്ട ശ്രോതാക്കളായ നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്തായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷാവായ ഉത്രാജി നമ്മുടെ സ്ലീബായി ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരവും കാലവും എല്ലാ സമയങ്ങളും നിന്റെ ദൈവത്വത്തിന്റെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ.